ഫാദർ, ബിഷപ്പ് കത്ലാനി കൊല്ലത്തെത്തിയതിനു ശേഷം ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? ബിഷപ്പ് ജോർദാനൂസ് കത്ലാനി ഒരു ഡൊമിനിക്കൻ സന്യാസിയായിരുന്നു. അദ്ദേഹം മെത്രാനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ചില പള്ളികളും ആശ്രമങ്ങളും അദ്ദേഹം വന്ന റൂട്ടുകളിൽ, പ്രത്യേകിച്ച് കടലോരങ്ങളിലൂടെയാണ് അന്നത്തെ യാത്രകൾ. അവിടെ എല്ലാം അദ്ദേഹം തീർച്ചയായിട്ടും സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത് താനായിലാണ്. താനായിൽ നിന്നാണ് പിന്നെ അദ്ദേഹം കൊല്ലത്ത് വരുന്നത്. ഈ മറ്റ് പള്ളികൾ അദ്ദേഹം സ്ഥാപിച്ചു എന്നതിനൊരു തെളിവ്, അദ്ദേഹം സ്ഥാപിച്ച പല പള്ളികളും ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചിരുന്ന ഭരണാധികാരികൾ നശിപ്പിക്കുകയുണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ഈ മെറബീലിയ ഡിസ്ക്രിപ്റ്റ എന്ന് പറയുന്ന മാനുസ്ക്രിപ്റ്റിൽ, ഞാൻ എഴുതിയ പുസ്തകത്തിൽ 71-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മുസ്ലിങ്ങൾ ധാരാളം പള്ളികൾ പിടിച്ചെടുക്കുകയും ചിലതൊക്കെ അവർ മോസ്കാക്കി മാറ്റുകയും ചെയ്തതിൽ വളരെ ദുഃഖിതനാണ്. അത് സൂചിപ്പിക്കുന്നത് ആ കാലസമയത്ത് അദ്ദേഹം പല പള്ളികളും സ്ഥാപിക്കുകയുണ്ടായി, ആശ്രമം സ്ഥാപിക്കുകയുണ്ടായി. പക്ഷേ അന്നത്തെ മുസ്ലിങ്ങളുടെ പീഡന ഘട്ടത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ അങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ച് താനായിൽ പോയപ്പോഴാണ് 1336 അവിടെ വെച്ച് വധിക്കപ്പെടുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ആശ്രമങ്ങളോ അല്ലെങ്കിൽ പള്ളികളുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്.